ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിച്ചാച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഓൺലി എ ഫ്യൂ ഫാമിലീസ് നോ ദ സീക്രട്ട് ടു മേക്കിംഗ് ദിസ് പെർഫെക്റ്റ് മിറർ എന്നുള്ള ചാപ്റ്ററിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നേയുള്ള ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കണ്ടില്ല അതോ തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഇത് നമുക്കൊരു യൂട്യൂബ് വീഡിയോ ആണ്. ഇതിൽ നമ്മുടെ ചാപ്റ്ററിൽ സ്റ്റാർട്ടിങ്ങിലൊരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് കിട്ടിയില്ല. ഈ സെയിം ചാപ്റ്റർ തന്നെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമ്മുടെ തൊട്ട് മുന്നത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, അതിനകത്തൊരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേരള മെറിടൈം ഹിസ്റ്ററി ഇൻ ബൂം എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഇല്ലേ, അതിൽ കൊടുത്തിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈ ചാപ്റ്ററാണ്. ഓൺലി എ ഫ്യൂ ഫാമിലീസ് നോ ദ സീക്രട്ട് ടു മേക്കിംഗ് ദിസ് പെർഫെക്റ്റ് മിറർ. അത് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവമായിട്ട് വന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ചാപ്റ്ററിൻ്റെ QR കോഡ് നിങ്ങൾക്ക് തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൻ്റെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, വീഡിയോ കിട്ടും. ഇത് ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഒരു ചാപ്റ്റർ. അപ്പോൾ അതിൻ്റെ വീഡിയോ തന്നെ നിങ്ങൾ കാണുക കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആറന്മുള കണ്ണാടി ഉണ്ടാക്കണം അതിൻ്റെ പ്രോസസ്സൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിനെയാണ് ഇതിൽ പറയുന്നത്. പക്ഷേ ഇത് കണ്ടുകൊണ്ട് ഇത് വായിക്കുക, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുക ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. എന്നാലാണ് നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ എന്താണ് അവർ പറയണമെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ബിസിനസ് ഇൻസൈഡർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്നതിനെ കുറിച്ച്. അത് പരമ്പരാഗതമായിട്ട് നിർമ്മിക്കുന്ന ഒറിജിനൽ ആറന്മുള കണ്ണാടിനെ കുറിച്ച് ഒരുപാട് ഡ്യൂപ്പുകൾ വരുന്നുണ്ടല്ലോ അതിൻ്റെ. അപ്പം അതിനെക്കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അത്രത്തോളം കഠിനാധ്വാനം ആവശ്യമായിട്ടുള്ള കാര്യമാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട്, ഇൻഡസ്ട്രിയലൈസേഷനും മെക്കനൈസേഷനും ഒക്കെ വന്നതിന് ശേഷം നമുക്കറിയാം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് എന്താ പറയുക, കൈകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും മെഷീനറികൾക്ക് മാറുകയും തൊഴിലാളികളുടെ എണ്ണം കുറയുകയും അതേപോലെ തന്നെ ഒരുപാട് ചേഞ്ചസ് ഇൻഡസ്ട്രിയലൈസേഷനും മെക്കനൈസേഷനും ഒക്കെ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷെ അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന നമ്മുടെ എന്താ പറയുക, കൈ ഉപയോഗിച്ച് തന്നെ പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് എന്ത്, നമ്മുടെ ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻസ് എടുത്ത് കാണിക്കുക എന്ന എയിമോട് കൂടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ നമ്മുടെ സിലബസിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൽ തന്നെ നമ്മൾ എന്താ പറയുക, ആ ഒരു സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ദർ ഇസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇൻ ദ വേ ട്രഡീഷണൽ ആർട്ടിസൻസ് വ്യൂ ദെയർ ട്രേഡ്. For them, it was more than means of livelihood. They looked to their trade as a form of devotion, preserving their crafts with immense dedication. അതായത് ഇത്തരത്തിൽ എന്താ പറയുക, കരകൗശല തൊഴിലാളികളൊക്കെ അവരുടെയൊക്കെ ഒരു വ്യൂ പോയിന്റിൽ നോക്കുന്ന സമയത്ത് അവരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവർക്കൊരു ജീവിത മാർഗം മാത്രമല്ല, അവരെ സംബന്ധിച്ച് അതൊരു ഡിവോഷനാണ്, ഒരു ഭക്തി പോലെ, അല്ലെങ്കിൽ ഒരു ആദരവോട് കൂടിയിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെ അല്ല, വെറുതെ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിക്കല്ല അവർ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മൂല്യവും ആഴമെന്നൊക്കെ പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും എന്താ പറയുക, നോട്ട് ചെയ്യപ്പെടേണ്ട കാര്യമാണ് എന്നുള്ള നിലയ്ക്കാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിനകത്ത് മെയിനായിട്ട് വരുന്നത് സുധാമാൾ എന്ന് പറയുന്ന ഒരു ലേഡിയും അവരുടെ ഒരു മകനുമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു മേഖലയിൽ അവർ കറക്റ്റായിട്ട് അവരുടെ ഒരു റെസീലിയൻസും ഡിറ്റർമിനേഷൻ, അതായത് അവർ തീർത്തിട്ടുള്ള പ്രതിരോധവും അതേപോലെ തന്നെ അവരുടെ ദൃഢനിശ്ചയത്തിൻ്റെ ഒക്കെയും ഒരു റിസൾട്ടായിട്ടാണ് ആ ഒരു മേഖലയിലേക്ക് അവരെ പോലെ സ്ത്രീക്ക്, സുധമാൾ എന്ന് പറയുന്ന സ്ത്രീക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇത് മെയിനായിട്ടും ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്ന ഈ ഒരു ജോലി എന്ന് പറയുന്നത് വളരെ ഹാർഡ് വർക്ക് വേണ്ടുന്ന എന്താ പറയുക ജോലി തന്നെയാണ്. ഫിസിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന ഒരുപാട് സംഭവങ്ങളുള്ള ഫിസിക്കൽ ടാസ്കുകൾ വരുന്ന ഒരു ജോലിയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മെയിനായിട്ടും മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ളൊരു മേഖലയായിരുന്നു അത്. പുരുഷന്മാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു മേഖലയായിരുന്നു. അപ്പോൾ അവിടേക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള സ്ത്രീയാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ മെയിൻ എന്താ പറയുക വ്യക്തിയായിട്ടുള്ള സുധാമാൾ എന്ന് പറയുന്ന ലേഡി. അവർക്ക് അത്രയും സപ്പോർട്ടായിട്ട് അവരുടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വിദ്യാഭ്യാസം ഇല്ലാത്ത ആളല്ലാട്ടോ അവരുടെ മകൻ നിരഞ്ജൻ എന്ന് പറയുന്ന അവരുടെ മകനും ആ ഒരു മേഖലയിലേക്ക് തിരിയുന്നു. അങ്ങനെ അമ്മയും മകനെയും കൂടിയിട്ടാണ് ആ ഒരു ആറന്മുള കണ്ണാടി ഉണ്ടാക്കുക എന്ന് പറയുന്ന വളരെ സ്കിൽഫുൾ ആയ ആളുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ആ ഒരു എന്താ പറയുക, അവരുടെ പരമ്പരാഗതമായി കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള രീതികളൊക്കെ ഫോളോ ചെയ്തുകൊണ്ടുള്ള ആ ഒരു ജോലിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് അവർ ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ഇത്രയാണ് ഇതിനകത്ത് നമ്മൾ ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ള. ബാക്കി നമുക്ക് ചാപ്റ്റർ നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പം നമ്മുടെ ടെക്സ്റ്റിലോട്ട് പോകാം. The secret of making this sacred mirror is known by just handful of people. Aranmula Kannadi is made entirely from metal, and the formula for the special reflective alloy has been passed down in this community in India for around 500 years. അപ്പോൾ ഇത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം, ആ ഒരു പാരമ്പര്യത്തിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ആ ഒരു രഹസ്യം, എങ്ങനെയാണ് ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്നത്, അതിൻ്റെ കൂട്ട് കറക്റ്റായിട്ട് അറിയുന്നത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മെറ്റലിലാണ് ഉണ്ടാക്കുന്നത്.
ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മെറ്റലിലാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ആ ഒരു ഫോർമുല എന്ന് പറയുന്നത് ഏകദേശം ഒരു 500 വർഷങ്ങൾക്ക് മുൻപായിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക്, ആ ഒരു വിഭാഗത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള അവരുടേതായിട്ടുള്ള രീതിയിൽ അവരുണ്ടാക്കുന്ന അവരുടെ ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ് എന്നാണ് പറയുന്നത്. ദ പ്രോസസ് ഇസ് ഇൻക്രെഡിബിളി ലേബർ ഇൻറ്റൻസീവ് ആൻഡ് ഡൺ എൻറ്റയർലി ബൈ ഹാൻഡ്. വളരെ എന്താ പറയുക, ദേഹം അനങ്ങി പണിയെടുക്കുക എന്ന് പറയില്ല, അങ്ങനെ ഫിസിക്കൽ ടാസ്കുകൾ ഉള്ള ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, അതേപോലെ തന്നെ കംപ്ലീറ്റ്ലി കൈകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആ ഒരു എന്താ പറയുക സംഭവമാണ് ഈ പറയുന്ന എന്ത് വാൽക്കണ്ണാടി, ഈ ആറന്മുള കണ്ണാടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് ഓൾ ടു ഗെറ്റ് എ റിഫ്ലക്ഷൻ ദാറ്റ് ഗിവ്സ് സീറോ ഡിസ്റ്റോർഷൻ ആൻഡ് ദ മിറേഴ്സ് ബിലീവ്ഡ് ടു ബ്രിങ് ഗുഡ് ലക്ക്. അപ്പം ഇതിൻ്റെ സാധാരണ കണ്ണാടിയിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധാരണ കണ്ണാടികളിൽ കുറച്ച് നമ്മുടെ ഒറിജിനൽ റിഫ്ലക്ഷൻ അല്ല അതിനകത്ത് കിട്ടുന്നത്, അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും അല്ലേ കണ്ണാടിയിൽ, നമുക്കറിയാം. പക്ഷെ അതേസമയം നമ്മുടെ ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത് നമ്മുടെ റിയൽ ആയിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള ഒട്ടും ഡിസ്റ്റോർഷൻ ഇല്ലാത്ത റിഫ്ലക്ഷനാണ് നമുക്കവിടെ തരുന്നത് എന്നുള്ളതാണ് മറ്റുള്ള കണ്ണാടികളിൽ നിന്നുള്ള ആ ഒരു വ്യത്യാസം. മാത്രമല്ല ഈ ഒരു ആറന്മുള കണ്ണാടിയിൽ കൂടെ നമുക്ക് ഭാഗ്യം കിട്ടും, അല്ലെങ്കിൽ ഗുഡ് ലക്ക് വീട്ടിലോട്ട് വരും എന്നൊക്കെയുള്ള വിശ്വാസം നമുക്കുണ്ട്. Sudhamal learned the trade secrets from her father when she was little. ചെറിയ കുട്ടാവുന്ന സമയത്താണ് സുധാമൾ അവരുടെ അച്ഛൻ്റെ അടുത്ത് നിന്നാണ് അതിൻ്റെ സീക്രട്ട് പഠിച്ചിട്ടുള്ളത്. സോ വെൻ ഷീ ഡൈഡ് ഷീ ചോസ് ടു ഡിഫൈ കൾച്ചറൽ ടാബൂസ് ആൻഡ് ടേക്ക് ഓൺ ദി ബിസിനസ്. അച്ഛൻ്റെ മരണശേഷമാണ് ആ ഒരു പുരുഷന്മാരെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള പുരുഷ മേധാവിത്വം നിറഞ്ഞിരിക്കുന്ന ആ മേഖലയിലേക്ക് ഇവർ ചെല്ലുന്നത്, ഒരു ബിസിനസ് എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഒരു ബിസിനസ്സിലേക്ക് അവർ കാലെടുത്ത് വെക്കാൻ അതിന് എന്തിനു ശേഷമാണ് സംഭവിച്ചിട്ടുള്ളത്, അവരുടെ അച്ഛൻ്റെ മരണശേഷമാണ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ പറയുന്നുണ്ട് ദിസ് പ്രൂവ്സ് ദാറ്റ് വിമൻ ക്യാൻ ഡു എനി കൈൻഡ് ഓഫ് ടഫ് ജോബ്. സോ നമ്മൾ പറയുന്നത് ഞാൻ എന്നിൽ കൂടെ മറ്റുള്ള സ്ത്രീകൾ കൂടെ പ്രചോദനമാവണം. കാരണം എന്താ, എത്ര ടഫായിട്ടുള്ള ജോലിയാണെങ്കിലും അത് സ്ത്രീകൾക്കും ചെയ്യാൻ സാധിക്കുമെന്നത് തെളിയിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ടുള്ളത് എന്നാണ് സുധാമാൾ പറയുന്നത്. And she has carried the business through a devastating flood and the pandemic. നമ്മുടെ ഫ്ലഡും പാൻഡമിക്കും ഒക്കെ താണ്ടി കടന്നിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ എന്താ പറയുക 18 വന്നിട്ടുള്ള നമ്മുടെ പ്രളയവും അതേപോലെ തന്നെ നമ്മുടെ കോവിഡ് ആ ഒരു സീസണും എല്ലാം കടന്നുകൊണ്ടാണ് അവർ ഈ ഒരു ബിസിനസ്സിലോട്ട് വന്നിട്ടുള്ളത്. സോ വാട്ട് മേക്സ് ദിസ് മിറർ സോ യുണീക്ക്. അപ്പോൾ എന്താണ് ഈ ഒരു മിററിനെ അത്രയും അതുല്യമാക്കി വെക്കുന്നത്, മറ്റതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് വെക്കുന്നത്? ആൻഡ് ഹൗ ഇസ് ദിസ് സെഞ്ചുറീസ് ഓൾഡ് ക്രാഫ്റ്റ് സ്റ്റിൽ സ്റ്റാൻഡ്? ഇത്രയും എന്താ പറയുക നൂറ്റാണ്ടുകൾ കടന്നു വന്നിട്ടും ഇപ്പോഴും അതിന് നിലനിൽപ്പുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന് സാധിക്കുന്നത്? ആറന്മുള കണ്ണാടി ഗെറ്റ്സ് ഇറ്റ്സ് നെയിം ഫ്രം ഇറ്റ്സ് ബർത്ത് പ്ലേസ്, എ ഡിസ്ട്രിക്ട് ഇൻ കേരള നോൺ ഫോർ ഇറ്റ്സ് റിച്ച് കൾച്ചർ ആൻഡ് ഫോർ ഇറ്റ്സ് ടെമ്പിൾ വേർ ദ മിറർ വാസ് ബോൺ. അപ്പോൾ ആ പേര് വന്നിട്ടുള്ളത് കേരളത്തിലെ ആ ഒരു സ്ഥലത്ത്, ആറന്മുള എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും അവിടുത്തെ ക്ഷേത്രവും ഒക്കെ റിലേറ്റഡ് ആയിട്ടാണ് അങ്ങനെ ഒരു പേര് ആ ഒരു കണ്ണാടിക്ക് വന്നിട്ടുള്ളത്. ഒറിജിനലി ഓൺലി റോയൽസ് ആൻഡ് പ്രീസ്റ്റ് കുഡ് യൂസ് എ മിറർ ഫോർ റിച്വൽസ്. പണ്ടൊക്കെ റോയൽ ബ്ലഡിലുള്ളവർ, തരത്തിലുള്ള രാജാക്കന്മാർ, അങ്ങനത്തെ ആളുകളുടെ വീടുകളിൽ അല്ലെങ്കിൽ അവരുടെ കൊട്ടാരത്തിലും കാര്യങ്ങളിലൊക്കെ മാത്രമേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇത്തരത്തിലുള്ള ആറന്മുള കണ്ണാടികൾ യൂസ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ അവിടുത്തെ എന്താ പറയുക പൂജകൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ടുഡേ ഇറ്റ്സ് മോർ അക്സസിബിൾ ബട്ട് ദ സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഇമ്പോർട്ടൻസ് സ്റ്റിൽ റിമെയിൻസ് ആൻഡ് സോ ഡസ് ദ ഏജ് ഓൾഡ് പ്രോസസ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ഉന്നത വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളുടെ പക്കൽ മാത്രം ഉണ്ടായിരുന്ന ആ ഒരു ആറന്മുള കണ്ണാടി ഇപ്പോൾ കൂടുതൽ ആക്സസിബിൾ ആണ്. പണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന തരത്തിൽ അത് ആക്സസിബിൾ ആണ്. പക്ഷേ ഇപ്പോഴും അതിൻ്റെ ഇമ്പോർട്ടൻസ്, സ്പിരിച്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അതിനൊട്ടും കുറവ് സംഭവിച്ചില്ല. ഇപ്പോഴും അതിൻ്റെ ആ ഒരു പ്രാധാന്യം, ഒരു മേന്മ എന്ന് പറയുന്നത് അതേ രീതിക്ക് തന്നെ നിലനിൽക്കുന്നുണ്ട്. സോ നമ്മൾ പറയുകയാണ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ആറന്മുള കണ്ണാടി ആൻഡ് അതർ മിറേഴ്സ് ഇസ് ദാറ്റ് ഇറ്റ് ഇസ് പ്യോർലി ഹാൻഡ് മെയ്ഡ്, നോ മെഷീൻസ് ആർ യൂസ്ഡ്. ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് നമ്മുടെ ഈ ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്നത്, മറ്റുള്ള കണ്ണാടികൾ പോലെയല്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഒരു മെഷീൻസ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നില്ല. സുധാമൾ വർക്ക്സ് വിത്ത് ഹർ സൺ നിരഞ്ജൻ ഓഫൺ ഇൻ ടു ദ നൈറ്റ്. അപ്പോൾ അവരും അമ്മയും മകനും കൂടിയിട്ടാണ് അവർ ജോലി ചെയ്യാറുള്ളത്. മിക്കവാറും രാത്രിയോളം അവർ അതിന് വേണ്ടിയിട്ട് പണിയെടുക്കാറുണ്ട്. ദേ ആർ മെൽറ്റിംഗ് ഡൗൺ ദ റോ മെറ്റൽസ് ദാറ്റ് ദേ വിൽ നീഡ് ഫോർ ടുമോറോസ് ബാച്ച് ഓഫ് മിറേഴ്സ്. നാളേക്ക് ഉണ്ടാക്കാനുള്ള മിററിന് ആവശ്യമായിട്ടുള്ള മെറ്റലുകളൊക്കെ അവരിന്ന് മെൽറ്റ് ചെയ്തെടുക്കണം, ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ല, നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും വീഡിയോ കാണണേ. ആൻഡ് ഓൾഡ് റൂഫ് ടൈൽ മേക്സ് എ പെർഫെക്റ്റ് മോൾഡ്. അപ്പോൾ ഈ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവരവിടെ യൂസ് ചെയ്യുന്നത് പഴയ ഒരു ഓടാണ്, നമ്മുടെ സാധാ ഓടില്ലേ, വീടൊക്കെ മേണ ഓട്. അപ്പോൾ ആ ഒരു ഓടിന് ചാലുകൾ കണ്ടിട്ടില്ലേ, 2 ചാലുകൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ആ ചാലുകളിലാണ് കറക്റ്റായിട്ട് ഇവർ ആ ഒരു മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ മെൽറ്റ് ചെയ്തിട്ടുള്ള സംഭവം അതിൻ്റെ റോ മെറ്റൽസ് അവിടെ ഒഴിച്ച് വെക്കുന്നത് കറക്റ്റ് ഷേപ്പ് ഒരേപോലെ 2 ചാലിൻ്റെയും ഒരേ ഷേപ്പ് അല്ലേ, ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട്. നിരഞ്ജൻ സീൽസ് ദ എൻഡ് ഓഫ് ഇറ്റ് സോ ദാറ്റ് ദ മോൾട്ടർ മെറ്റൽ വോണ്ട് ലീക്ക് ഔട്ട്.
ആ ഒരു ഓടിൻ്റെ അടിഭാഗം എന്ത് ചെയ്യും, അവർ സീൽ ചെയ്ത് വെക്കും. അപ്പോൾ ഈ ആ ഒരു ചാല് പോലത്തെ ഭാഗത്ത് കൂടെ ആ ഒരു മെൽറ്റ് ചെയ്ത് വരുന്ന സംഭവം ഉരുകി പോവാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു എന്താ പറയുക കറക്റ്റ് ബാരിയർ ആയിട്ട് ആ സംഭവം അവിടെ നമ്മളവരോട് കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, കണ്ടാലാണ് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ദ മിറേഴ്സ് അലോയ് ഈസ് മെയ്ഡ് ഓഫ് ടിൻ ആൻഡ് കോപ്പർ. ആ മിറർ ഉണ്ടാക്കുന്ന അലോയ് എന്ന് പറയുന്നത് ടിന്നും കോപ്പറും യൂസ് ചെയ്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. ദേ ആർ മെൽറ്റഡ് ഡൗൺ സെപ്പറേറ്റ്ലി ആൻഡ് പോർ ഇൻ ടു ഡിഫറെൻറ്റ് മോൾസ്. അങ്ങനെ അത് മെൽറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, പല തരത്തിൽ മോൾഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ഡേ ദ ടിൻ ആൻഡ് കോപ്പർ റോഡ്സ് വിൽ ബി ബ്രോക്കൺ അപ്പ് ആൻഡ് മെൽറ്റഡ് ഡൗൺ ടുഗെദർ ഇൻ ദ പെർഫെക്റ്റ് റേഷ്യോ ടു ക്രിയേറ്റ് ദ മിറേഴ്സ് റിഫ്ലക്റ്റീവ് സർഫസ്. ഇപ്പം നമ്മൾ ഓൾറെഡി ഇപ്പോൾ ആ ഒരു ഓടിൻ്റെ ചാലിക്കൂടെ ഒഴിച്ചിട്ട് എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മെറ്റലുകൾ അവരോട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനി എന്ത് ചെയ്യും, പിറ്റേ ദിവസം അവർ പൊട്ടിച്ചെടുക്കുകയാണ്. ആ മെറ്റൽ അവർ പൊട്ടിച്ചെടുക്കും, അവിടെ നിന്ന് അടർത്തിയെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, വീണ്ടും അതിൻ്റെ കറക്റ്റായിട്ടുള്ള പെർഫെക്റ്റ് റേഷ്യോ യൂസ് ചെയ്തുകൊണ്ട് അത് മെൽറ്റ് ചെയ്ത് ഒന്നാക്കുകയാണ് ചെയ്യുക, മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മെറ്റൽ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു മിക്സ് യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു മിററിൻ്റെ റിഫ്ലക്റ്റ് ചെയ്യുന്ന സർഫസ് അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു എവിടെയാണോ പ്രതിഫലിച്ചിട്ട് കാണുന്നത്, പ്രതിബിംബം നമ്മൾ കാണുന്നത്, ആ ഒരു ഭാഗം ഉണ്ടല്ലോ, കണ്ണാടിയുടെ ആ ഭാഗം ആ ഒരു സർഫസ്, ആ ഒരു എന്താ പറയുക പ്രതിഫലനം കിട്ടുന്ന ആ ഒരു ഏരിയ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു മെറ്റൽ യൂസ് ചെയ്തുകൊണ്ടാണ്, ആ ഒരു പ്രതലം. Sudhamal starts the day by making the clay. It will be used to build the mold ഫോർ ദി മിറർ. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആ ഒരു കളിമണ്ണ് ഉണ്ടാക്കിക്കൊണ്ടാണ്. കറക്റ്റായിട്ട് ആ ഒരു മിററിനെ മോൾഡ് ചെയ്തെടുക്കാനുള്ള ആ ഒരു ഭാഗത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ക്ലേ ഉണ്ടാക്കിക്കൊണ്ടാണ് അവരുടെ ഡേ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷീ ക്രഷേഴ്സ് ഓഫ് ലെഫ്റ്റ് ഓവർ പോട്ടറി ഇൻ ടു എ ഫൈൻ പൗഡർ. കറക്റ്റായിട്ട് ആ ഒരു പോട്ടറുകൾ കളിമൺ പാത്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ഒരു പീസുകളേനെ അവരെന്ത് ചെയ്യുന്നുണ്ട്, വളരെ നേർത്ത പൗഡറാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അമ്മിയിലിട്ടിട്ട് അവരിങ്ങനെ പൊടിച്ചെടുക്കുന്നതൊക്കെ നമുക്കതിനകത്ത് കാണാം. അനദർ ഇൻഗ്രീഡിയൻറ്റ് ഇസ് ജൂട്ട്, എ ഫൈബർ ദാറ്റ് ദേ ടേക്ക് ഫ്രം ഗ്രോസറി ബാഗ്. പിന്നെ അവർ യൂസ് ചെയ്യുന്ന ചാക്കാണ്, നമ്മൾ സാധാ ചണച്ചാക്ക് എന്നൊക്കെ പറയില്ല, ആ ചാക്കാണ് പിന്നെ അവർക്ക് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ആവശ്യമുള്ളത്. ഷീ മിക്സസ് ദ ജൂട്ട് ആൻഡ് ദ പോട്ടറി ഡസ്റ്റ് വിത്ത് മഡ് ദാറ്റ് ഷീ ഹാർവെസ്റ്റഡ് ഫ്രം ദി നിയർ ബൈ പാഡി ഫീൽഡ്. എന്നിട്ട് അവർ ആ ഒരു ചാക്കിൻ്റെ സെയിം മെറ്റീരിയൽസ് ചാക്കും അതേപോലെ തന്നെ ആ ഒരു പോട്ടറിയിൽ യൂസ് ചെയ്തിട്ടുള്ള ഡസ്റ്റ് ഇല്ല, ആ ഡസ്റ്റും അതേപോലെ തന്നെ ആ ഒരു മണ്ണും എല്ലാം കൂടെ കളക്ട് ചെയ്ത് അടുത്തുള്ള പാടത്തു നിന്നും കളക്ട് ചെയ്ത് വന്നിട്ടുള്ള മണ്ണ്, ചെളി, അതെല്ലാം കൂടെ ചേർത്തിട്ട് അവർ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുക. ചാക്കൊക്കെ അവരിങ്ങനെ കൊത്തിയിട്ട് പീസാക്കി പൊടിച്ചെടുക്കുന്നതൊക്കെ നമുക്ക് കാണാം. എ ലിറ്റിൽ വാട്ടർ ലൂസൻസ് ഓഫ് ദി മിക്സ്ചർ സോ ഷീ ക്യാൻ നീഡ് ഇറ്റ് അൺടിൽ ഇറ്റ് റീച്ചസ് ദ റൈറ്റ് കൺസിസ്റ്റൻസി. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യമായ രീതിയിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഈ ചാക്കിൻ്റെ പൊടിയും അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ കളിമണ്ണിൻ്റെ പൊടിയും മണ്ണും ചെളിയും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സുധാമൾ ഇസ് ഡൂയിങ് the physical works that is typically done by men in this industry. പൊതുവെ പുരുഷന്മാർ ചെയ്യുന്ന ഫിസിക്കൽ ടാസ്കുകളാണ് ഇവർ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊതുവെ പുരുഷന്മാരെ ചെയ്യുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്ന ആ ഒരു ടാസ്കുകളാണ് നമ്മുടെ സുധാമൾ ചെയ്യുന്നത്. സുധാമൾ പറയണം, ഐ എം പ്രൗഡ് ടു ബി ദ ഫസ്റ്റ് ഫീമെയിൽ എൻ്റർപ്രണർ ടു ക്യാരി ദിസ് ക്രാഫ്റ്റ് ഫോർവേഡ്. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള ആദ്യത്തെ സ്ത്രീ എന്നുള്ള നിലയിൽ ഞാൻ വളരെ പ്രൗഡാണ്. ഹർ ഫാദർ ബിക്കെയിം സിക്ക് ഇൻ 2007 ആൻഡ് ഹിസ് ഡൈയിങ് വിഷ് വാസ് ഫോർ someone to carry on his legacy. Since he had no sons, he left the secrets with his wife and daughter. അപ്പോൾ അവരുടെ അച്ഛൻ 2007 മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന ഒരു വിഷമം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു പാരമ്പര്യം തുടരാൻ വേണ്ടിയിട്ട് ആൺകുട്ടികളായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു എന്താ പറയുക കണ്ണാടി ഉണ്ടാക്കുന്നതിന് സീക്രട്ടുകൾ, അതിൻ്റെ പ്രത്യേക കൂട്ടുകളൊക്കെ എന്ത് ചെയ്യണം അവരുടെ വൈഫിനും അതേപോലെ തന്നെ മകളായിട്ടുള്ള നമ്മുടെ സുധാമാൾക്കുമാണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. സുധാമാൾ, ദ ക്രാഫ്റ്റ് ഷുഡ് ബി ടേക്കൺ ഫോർവേഡ് ആസ് ഇറ്റ് ഇസ് അവർ ആൻസസ്റ്റർ ട്രേഡ്. ഐ ഗോട്ട് മോറൽ സപ്പോർട്ട് ഫ്രം മൈ എൻറ്റയർ ഫാമിലി. ഞങ്ങളുടെ ഒരു പാരമ്പര്യമായിട്ടുള്ള ആ ഒരു തൊഴിലായതുകൊണ്ട് തന്നെ ഞാനത് ഫോളോ ചെയ്യുകയാണ്. മാത്രമല്ല അതിന് എനിക്ക് എൻ്റെ ഫാമിലിയിൽ നല്ല സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്നവർ പറയുന്നുണ്ട്. സുധാമാസ് മദർ പൊന്നമ്മാൾ ഇസ് ഇൻ ചാർജ് ഓഫ് പാക്കിംഗ് ദ ക്ലേ ഇൻ ടു സർക്കുലർ മോൾഡ്സ്. അവർ ക്ലേനൊക്കെ എടുത്തിട്ട് സർക്കുലർ രൂപത്തിലാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് പാക്ക് ചെയ്യുന്നതൊക്കെ നമ്മുടെ സുധാമ്മയുടെ അമ്മയായിട്ടുള്ള പൊന്നമ്മാളാണ്. ദ ഡിസ്ക്സ് ഡ്രൈ ഔട്ട്സൈഡ് എനിവർ ഫ്രം ദി 2-4 days ഡിപ്പെൻഡിങ് ഓൺ ഹൗ സണ്ണി ഇറ്റ് ഈസ്. എന്നിട്ട് ആ മോൾഡ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഭാഗം ആ ഒരു കളിമണ്ണ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സംഭവം എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ വെയിലത്ത് വെച്ചിട്ട് അവർ ഉണക്കിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ സൂര്യൻ എത്രത്തോളം നമുക്ക് വെയിൽ കിട്ടുന്നുണ്ട് അതനുസരിച്ചിട്ട് ചിലപ്പോൾ 2, 3, 4 ദിവസങ്ങളൊക്കെ നമുക്ക് എടുക്കും. Once they are dried and smoothed out, Sudhamal coats the discs with wet charcoal. എന്നിട്ട് അവരെന്ത് ചെയ്യണം, കറക്റ്റായിട്ട് പാകമായിട്ട് ഉണങ്ങി വരുന്ന സമയത്ത് അതേപോലെ സ്മൂത്തായിട്ട് വരുന്ന സമയത്ത് സുധാമാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡിസ്കുകളൊക്കെ ഒരു വെറ്റ് ചാർക്കോൾ വെച്ചിട്ട് കറക്റ്റായിട്ട് നനഞ്ഞിരിക്കുന്ന ആ ഒരു എന്താ പറയുക കരി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ അതിനെയൊക്കെ കറക്റ്റായിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. ദ ചാർക്കോൾ ഫിൽസ് ഇൻ ദ ഡിസ്ക് ടൈനി പോസ് സോ ദാറ്റ് ദ മിറർ വിൽ കം ഔട്ട് സ്മൂത്ത് ആഫ്റ്റർ ഇറ്റ് ഇസ് സാൻഡ്വിച്ച് ബിറ്റ്വീൻ ദ 2 discs.
എന്നിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ എല്ലാ പോറുകളും ചെറിയ ചെറിയ ഹോളുകൾ ഇനി എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യും ചാർക്കോൾ വെച്ചിട്ട് അവർ അടയ്ക്കുന്നുണ്ട്. നിരഞ്ജൻ പുട്സ് ടൈനി പീസസ് ഓഫ് മെറ്റൽ ഓൺ വൺ ഡിസ്ക് ബിഫോർ പ്ലേസിങ് ദ അതർ ഓൺ ദ ടോപ്പ്. 2 ഡിസ്കുകൾ ഈ കളിമണ്ണുണ്ടാക്കിയ 2 ഡിസ്കുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ മെറ്റലിൻ്റെ പീസുകൾ നമ്മുടെ സണ്ണ് വെച്ച് കൊടുക്കുന്നതായിട്ട് കാണാം. ദിസ് ക്രിയേറ്റ്സ് എ സ്പേസ് ദാറ്റ് ദ മോൾട്ടൺ മെറ്റൽ വിൽ ലേറ്റർ ഫിൽ. അപ്പോൾ ഈ സെയിം ഇടയിൽ ഈ മെറ്റൽ വെക്കുന്നത് എന്തിനാ, പിന്നീട് ഇത് ചൂടാക്കുന്ന സമയത്ത് ഇടയിലുള്ള പീസ് ആയിട്ടുള്ള മെറ്റലുകൾ എന്ത് ചെയ്യും, അതിനകത്ത് മെൽട്ടായിട്ട് കറക്റ്റായിട്ട് അതിനകത്ത് സെറ്റായിട്ട് വരും. അപ്പോൾ ആ ഒരു ഭാഗമാണ് പിന്നീട് നമ്മൾ കണ്ണാടിയുടെ ആ റിഫ്ലക്ഷൻ വരുന്ന ഭാഗമായിട്ട് മാറുന്നത്. ഹി ലെയേഴ്സ് ഓൺ മോർ ക്ലേ അൺടിൽ ദ മോൾഡ് ഇസ് കംപ്ലീറ്റ്ലി സീൽ. എന്നിട്ട് ഈ നടുഭാഗം 2 ഭാഗത്ത് ഈ ഡിസ്കുകൾ കളിമണ്ണിൻ്റെ 2 ഡിസ്ക് വെക്കുന്നു, എന്നാൽ നടുകിൽ ഈ മെറ്റൽ വെക്കുന്നു. എന്നിട്ട് എന്തെങ്കിലും ചുറ്റുപാടും വീണ്ടും ആ ഒരു മെറ്റൽ വെച്ച ഭാഗത്തിൻ്റെ 4 പുറം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വീണ്ടും ആ ഒരു കളിമണ്ണ് വെച്ചിട്ട് ഫിൽ ചെയ്യുന്നുണ്ട്. നിരഞ്ജൻ ലേൺഡ് ഹൗ ടു മേക്ക് മിറേഴ്സ് ഫ്രം ഹിസ് ഗ്രാൻഡ് ഫാദർ വെൻ ഹി വാസ് എ കിഡ്. അദ്ദേഹം ഒരു ചെറിയ കുട്ടിയാവുന്ന സമയത്താണ് ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്താണ് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. ഹി കെയിം ബാക്ക് ടു ദ ക്രാഫ്റ്റ് ആഫ്റ്റർ ഗെറ്റിംഗ് എ ബിസിനസ് ഡിഗ്രി എടുത്തതിന് ശേഷമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞിട്ടുള്ളത്. നിരഞ്ജൻ പറയണം, ആഫ്റ്റർ മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഡെത്ത് ഐ വാസ് മോട്ടിവേറ്റഡ് ടു ഹെൽപ്പ് മൈ മദർ. അപ്പോൾ മുത്തശ്ശൻ മരിച്ചതിന് ശേഷം എനിക്ക് എൻ്റെ അമ്മേനെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. ആൻഡ് ത്രൂ ദാറ്റ് മൈ ഇൻട്രസ്റ്റ് ആൻഡ് എന്തൂസിയാസം ഗ്രൂ ടു. അങ്ങനെ അതിൽ കൂടെ എനിക്ക് ആ മേഖലയിലുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വളർന്നു വന്നു. ദിസ് കൈൻഡ് ഓഫ് പാഷൻ ഫോർ ദിസ് വർക്ക് ഇസ് നോട്ട് കോമൺ ഫോർ സമ്മൺ ദിസ് ഏജ്. അപ്പോൾ ആ ഒരു ഏജും അദ്ദേഹത്തിൻ്റെ നിരഞ്ജൻ്റെ ആ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ ആ മേഖലയിലേക്ക് തിരിയാന്ന് പറയുന്നത് കുറച്ച് റെയർ ആയിട്ടുള്ള കാര്യമാണ്. Niranjan, the new generation seems uninterested in the craft mostly because of the harsh working conditions, unbearable heat and long hours of tiring work. അദ്ദേഹം പറയുന്നത് ഇപ്പോഴത്തെ ആളുകൾക്കൊന്നും ഈ ഒരു മേഖലയിലേക്ക് വരാൻ താല്പര്യമില്ല. കാരണം ഒരുപാട് സമയം എടുത്തിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടതുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് ചൂട് നമ്മൾ സഹിക്കേണ്ടതുണ്ട്, ഒരുപാട് മണിക്കൂറുകൾ ക്ഷീണിതനായിട്ട് നമുക്ക് ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ അതിലേക്കൊന്നും വരാൻ ആർക്കും താല്പര്യമില്ല. While the crucible dries out, Niranjan breaks up the tin and copper rods that he cast the day before. അപ്പോൾ തൊട്ട് മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ടിന്നിൻ്റെയും കോപ്പറിൻ്റെയും റോഡൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പിന്നീട് എന്താണ് ആ ഒരു പ്രോസസ്സിലോട്ട് അവർ കടക്കുകയാണ് ചെയ്യുന്നത്. അവർ തൊട്ട് മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്രൂസിബിൾ ഉണ്ടല്ലോ, ആ ഒരു പോട്ട് പോലത്തെ സാധനം ഉണ്ടാക്കി വെച്ചു, അതെന്ത് ചെയ്യും, അവർ ഡ്രൈ ചെയ്തതിന് ശേഷം അവരത് കറക്റ്റായിട്ട് എന്താണ് സെറ്റ് ചെയ്യേണ്ട സംഭവം. നിരഞ്ജൻ ബ്രേക്സ് അപ്പ് ദ ടിൻ ആൻഡ് കോപ്പർ റോഡ്. അപ്പോൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച് നമ്മൾ ആ ഒരു ഓടിൻ്റെ ചാലിൽ ഒഴിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ടിന്നിൻ്റെയും കോപ്പറിൻ്റെയും റോഡ് ഉണ്ടല്ലോ, ആ സാധനം അവരതൊന്ന് പൊട്ടിച്ചിട്ട് പീസാക്കുകയാണ് ചെയ്യുന്നത്. ഓൺലി പീപ്പിൾ ഹു ഹാവ് ഇൻഹെറിറ്റഡ് ദിസ് ക്രാഫ്റ്റ് നോ ജസ്റ്റ് ഹൗ മച്ച് ഓഫ് ഈച്ച് മെറ്റൽ ഈസ് ടു ബി ആഡഡ് ടു ദ ക്രൂസിബിൾ. അപ്പോൾ ടിന്ന് എത്രയാണ് യൂസ് ചെയ്യേണ്ടത്, കോപ്പർ എത്രയാണ്, എത്ര അളവിലാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവർക്ക് മാത്രം അറിയില്ല, ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം അറിയില്ല. അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ആ ഒരു കണക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്നാണ് പറയുന്നത്. So നമ്മൾ പറയാണ്, it is agreed in our mirror making community to not reveal the alive formula or the trade secrets. Legend has it that at least 300 years ago the formula for a reflective metal came to a village elder in a dream. So നമ്മൾ പറയാണ്, ഇവരുടെ ആ ഒരു മിറർ മേക്കിംഗ് കമ്മ്യൂണിറ്റി ഉണ്ടാവുമല്ലോ, ഈ കണ്ണാടി ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്ന വിഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ ഇടയിൽ അവർ കറക്റ്റായിട്ട് അവർ എഗ്രി ചെയ്തിട്ടുള്ള കാര്യമാണ് ഇവരുടെ ഈ ഒരു ഫോർമുല പുറത്തുള്ള ഒരാൾക്കും പറഞ്ഞു കൊടുക്കില്ല, ട്രേഡ് സീക്രട്ട് ആർക്കും പറഞ്ഞു കൊടുക്കില്ല എന്നുള്ളത് അവരുടെ ഇടയിലുള്ള ഒരു വാക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആർക്കും പുറത്തുള്ള ആ വിഭാഗത്തിന് പുറത്തുള്ള ആർക്കും അറിയില്ല. അപ്പോൾ പഴയ ആളുകളൊക്കെ പറയണമെന്ന് വെച്ചാൽ 100-300 വർഷങ്ങൾക്ക് മുൻപ്, അതായത് എങ്ങനെയാണ് ഈ ഒരു കൂട്ടി ആളുകളിലേക്ക് എത്തിയത് എന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് പല പല കഥകളാണുള്ളത്. ഒരു വിശ്വാസം എന്ന് പറയുന്ന ഒരു വില്ലേജ് എൽഡർ, ഒരു ഗ്രാമമുഖ്യന് ഒരു ദിവസം സ്വപ്നത്തിൽ കിട്ടിയുന്ന ഒരു അറിവാണ് ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു മെറ്റലുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കണ്ണാടി ഉണ്ടാക്കാം എന്നൊരു അറിവ്, എന്നൊരു വിശ്വാസം ഇവരുടെ ആളുകളുടെ ഇടയിലുണ്ട്. അനദർ സ്റ്റോറി സീസ് ദാറ്റ് മെറ്റൽ വർക്കേഴ്സ് ആക്സിഡൻ്റലി ഡിസ്കവേർഡ് ദ അലോയ് വൈൽ മേക്കിംഗ് എ ക്രൗൺ ഫോർ ദി കിങ്. പിന്നെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജാവിന് കിരീടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ക്രൗൺ ഉണ്ടാക്കാൻ നിൽക്കുന്ന സമയത്ത് ആക്സിഡൻ്റലി ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു രൂപത്തിൽ എന്താ പറയുക, മിക്സ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ ഒരു കൂട്ട് എന്നുള്ളതാണ് വേറൊരു വിശ്വാസം. The knowledge has been passed down in mirror making families ever since, but the legacy almost came to an end for Sudhammal's family when floods wiped out nearly their entire stock in 2018. 2018 ഈ ഫ്ലഡ് വന്ന സമയത്ത് അവരുടെ മൊത്തത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നൊരു വിചാരിച്ചതാണ്. ഇറ്റ് വാസ് എ വേർസ്റ്റ് ഫ്ലഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള ഹാഡ് ബീൻ ഇൻ എ സെഞ്ചുറി. നമുക്കറിയാം, അവർ 100 സംഭവിച്ച ഏറ്റവും വലിയ പ്രളയമായിരുന്നു അല്ലേ. സുധാമാൾ ആൻഡ് ഹർ ഫാമിലി were among a million people who were forced to flee. ഒരുപാട് പേർക്ക് പലായനം ചെയ്യേണ്ടി വന്നു, താമസിക്കുന്ന സ്ഥലത്തൊന്നും മാറേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, അക്കൂട്ടത്തിൽ ഉള്ളവർ തന്നെയാണ് നമ്മൾ സുധാമാൾ അവരുടെ ഫാമിലി. ആഫ്റ്റർ ദ ഫ്ലഡ്സ് ദേ കെയിം ഹോം ടു corroded
tools and broken mirrors totaling up to $17,000 worth of damage. $17,000 രൂപയാണ് അവർക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, നഷ്ടം സംഭവിച്ചിട്ടുള്ളത്. അവരുണ്ടാക്കി വെച്ചിട്ടുള്ള സാധനങ്ങളും അതേപോലെ തന്നെ അവരുടെ എക്യുപ്മെൻസും എല്ലാം ആ ഒരു ഫ്ലഡിൽ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. നിരഞ്ജൻ, വി ലോസ്റ്റ് ഓൾ അവർ എക്യുപ്മെൻറ്റ് ആൻഡ് മെറ്റീരിയൽസ് ദാറ്റ് വി യൂസ് ഫോർ ദി ആറന്മുള കണ്ണാടി. നമ്മൾ യൂസ് ചെയ്ത എല്ലാ സംഭവങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. Not long after they got back to regular business, the pandemic hit. They didn't receive any orders for 8 months. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് സെറ്റായി വീണ്ടും ആ ഒരു മേഖലയിലേക്ക് അവർ ഇറങ്ങിയ സമയത്ത് അപ്പോഴേക്കാണ് എന്ത് വന്നത്, നമ്മുടെ കോവിഡ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് വന്നപ്പോൾ എന്താണ്, വീണ്ടും ഈ പറയുന്ന പ്രശ്നം അവർക്ക് സംഭവിക്കുകയാണ്. അതായത് അവർക്ക് 8 മാസത്തോളം അവർക്ക് ഒരു വർക്കും കിട്ടിയില്ല. അപ്പോൾ അവർക്ക് കാര്യമായിട്ട് ഒന്നും അതിനകത്ത് നിന്ന് നേട്ടം ഉണ്ടായിരുന്നില്ല. സുധാമോൾ പറയുകയാണ്, ദ എൻറ്റയർ ട്രേഡ് ഇസ് എക്സ്പീരിയൻസിങ് എ സിവിയർ ഡിക്ലൈൻ. അപ്പോൾ ആ ഒരു മേഖല തന്നെ, ആ ഒരു വ്യവസായം തന്നെ എന്തായി മാറി, ഭയങ്കരമായിട്ട് ഡിക്ലൈൻ ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. സുധാമോൾ ആൻഡ് നിരഞ്ജൻ can't afford to hire anyone right now, so they have to put in double the work. അപ്പോൾ ഇവർക്ക് അതിനു വേണ്ടി ലാഭം ഇല്ലാത്തതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഒരു തൊഴിലാളിനെ വെക്കാനൊന്നും അവരെ കൊണ്ട് സാധിക്കില്ല. കാരണം അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നത്, ഇരട്ടി പണിയാണ് ഇപ്പോൾ എടുക്കേണ്ടി വരുന്നത്. മച്ച് ഓഫ് ദെയർ 10-hour work day is spent tending to fire. നിരഞ്ജൻ feeds ആദ്യം നിരഞ്ജൻ എന്നാണ്, ഇവിടെ നരഞ്ജൻ എന്ന് കാണുന്നുണ്ട്. നിരഞ്ജൻ ഫീഡ്സ് വിത്ത് ചാർക്കോൾ ആൻഡ് കോക്കനട്ട് ഹസ്ക്സ് വൈൽ സുധാമാൾ ക്രാങ്ക്സ് ദ ഫാൻ. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് അത് ചൂട് കയറ്റേണ്ട സമയമാകുമ്പോൾ അവർ നമ്മുടെ എന്താ പറയുക ചകിരിയും അതേപോലെ തന്നെ എന്താ പറയുക കരിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ, കരിക്കട്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യാറുണ്ട്, ആ ഒരു കറക്റ്റായിട്ട് ഹീറ്റ് അതിന് മെയിൻറ്റെയിൻ ചെയ്യണം. വളരെ ഹീറ്റ് ചൂട് സഫർ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ ആണ് കേട്ടോ അത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അതൊക്കെ ചെയ്യുന്നുണ്ട്. സുധാമോൾ പറയുന്നത്, ദ മോസ്റ്റ് എക്സാസ്പറേറ്റിംഗ് പാർട്ട് ഓഫ് ദി പ്രോസസ് ഇസ് വർക്കിംഗ് ഇൻ ദ ബേണിംഗ് ഹീറ്റ്. ഈ ഒരു ചൂട് സഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ദ ക്രൂസിബിൾ സിറ്റ് ഇൻ 1200 fire for about an hour with the metal pieces at the bottom. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നത്, വളരെ ചൂടിൽ നല്ല ഹൈ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മെറ്റൽ പീസസിനെയൊക്കെ ഇടയിൽ വെച്ചിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, കളിമണ്ണ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു രൂപം, അത് അവരവിടെ വെക്കുന്നുണ്ട്. ദെൻ നിരഞ്ജൻ ചെക്സ് ടു സീ ഇഫ് ദ മെറ്റൽ ഇസ് മെൽറ്റഡ് ബൈ ലിസണിങ് കെയർഫുള്ളി ഫോർ എ സൗണ്ട്. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് അത് ആയോ, കറക്റ്റ് പാകമായി വന്നിട്ടുണ്ടോ എന്നുള്ളത് അവർക്ക് അറിയണമെങ്കിൽ അതിൻ്റെ കറക്റ്റ് സൗണ്ട് അവർക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ഹി കൂൾസ് ഡൗൺ ദ ഹോട്ട് ക്രൂസിബിൾ വിത്ത് ഹിസ് bare hands and a little bit of wet clay. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഹോട്ട് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സംഭവം, ആ ക്രൂസിബിൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ബെയർ ഹാൻഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ വെറ്റ് ക്ലേ വെച്ചിട്ട് അവരിങ്ങനെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ഹി സ്ലോലി ഫ്ലിപ്സ് ഇറ്റ്. എന്നിട്ട് അതിങ്ങനെ കറക്കി കൊടുക്കണം. അതായത് എവിടെയെങ്കിലും ഇനി എത്താൻ ബാക്കിയുണ്ടെങ്കിൽ അവിടേക്കൊക്കെ ആ ഒരു മെറ്റലിൻ്റെ ഭാഗം എത്തിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ കറക്കി കൊടുക്കുന്നുണ്ട്. ദാറ്റ് മേക്സ് ദ മോൾട്ടൺ മെറ്റൽ ഇൻസൈഡ് ട്രിക്കിൾ ഡൗൺ ആൻഡ് ഫിൽ ദ സ്പേസ് ബിറ്റ്വീൻ ദ ഡിസ്ക്സ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഇനി ബാക്കി സ്പേസ് ഉണ്ടെങ്കിൽ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണം. നിരഞ്ജൻ, യൂഷ്വലി വി കാസ്റ്റ് എ മിറേഴ്സ് ഇൻ ബൾക്ക് അബൌട്ട് 10 to 20 മോൾസ് അറ്റ് എ ടൈം. അപ്പോൾ ഒരു മിററായിട്ടൊന്നും നമ്മൾ ഉണ്ടാക്കില്ല, 10-20 മിററുകൾ ഒന്നിച്ചാണ് നമ്മൾ ബൾക്കായിട്ടാണ് നമ്മളെപ്പോഴും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ടു ഡബിൾ ചെക്ക് ദാറ്റ് ഇറ്റ് വർക്ക് ഹി ക്രാക്സ് ഓപ്പൺ ദ ടോപ്പ് ഓഫ് ഈച്ച് വൺ. എന്നിട്ട് ഇത് ഉള്ളത്തെ സംഭവം ആയിട്ടുണ്ടോ, ആ ഒരു മിററിൻ്റെ ഭാഗം ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ പൊട്ടിച്ച് നോക്കുകയാണ്. ആ ഒരു കളിമൺ ഭാഗം പൊട്ടിച്ച് കളയാണ്, അതിൻ്റെ തലഭാഗം. ഇഫ് ദർ ഇസ് എ ലിറ്റിൽ മെറ്റൽ ലെഫ്റ്റ് ഓവർ, ദാറ്റ് മീൻസ് ദ മിറർ വാസ് സക്സസ്ഫുള്ളി ടോട്ടലി ഫോർജ്ഡ്. ഇപ്പോൾ കറക്റ്റായിട്ട് അത് സെറ്റായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അവർക്ക് പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. ബട്ട് തിങ്സ് ഡോണ്ട് ഓൾവേസ് ഗോ അക്കോർഡിംഗ് ടു പ്ലാൻ. അപ്പോൾ എല്ലായ്പ്പോഴും ആ ഒരൊറ്റ ഇതിൽ തന്നെ ആയിക്കോളണമെന്നില്ല. സംടൈംസ് ദ മെറ്റൽ ലീക്സ് ഔട്ട് ആൻഡ് ഡസൻ ഫോം ദി മിറർ, ബട്ട് ദേ ഓൾവേസ് മേക്ക് ഷുവർ ടു റീസൈക്കിൾ ലെഫ്റ്റ് ഓവർ പീസസ് ബാക്ക് ഇൻ ടു ദ പ്രോസസ്. അപ്പം ചിലപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, കറക്റ്റായിട്ട് ആ ഒരു മെറ്റൽ അവിടെ സെറ്റായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഒരു സൈഡിലേക്ക് ഒലിച്ചിറങ്ങി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു സംഭവം കറക്റ്റ് ഷേപ്പിലായിരിക്കില്ല. അപ്പോൾ അവർ ആ ഒരു സംഭവം വെറുതെ കളയൊന്നുമില്ല, ബാക്കി വന്നിട്ടുള്ള ഭാഗം അവർ വീണ്ടും റീയൂസ് ചെയ്യാനായിട്ട് ചെയ്യും. ദ നെക്സ്റ്റ് ഡേ ഇറ്റ്സ് ടൈം ഫോർ ദ റിവീൽ. പിന്നെ നമുക്ക് റിവീൽ ചെയ്യാനുള്ള സമയമായിട്ട്, പൊട്ടിച്ചിട്ട് ഉള്ളുന്ന സംഭവം എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ദ മിറർ ഈസ് എൻ റിഫ്ലക്റ്റീവ് ജസ്റ്റ്. ഇപ്പോൾ അത് മെറ്റൽ ഷേപ്പേ ഉള്ളൂ, അത് റിഫ്ലക്റ്റീവ് ഒന്നും ആയിട്ടില്ല, പ്രതിഫലിക്കുന്ന രീതിയിൽ മിറർ ആയിട്ടൊന്നുമില്ല. ഇറ്റ് നീഡ്സ് ടു ഗോ ത്രൂ സെവറൽ റൗണ്ട്സ് ഓഫ് പോളിഷിങ്. അങ്ങനെ മിറർ ആവണമെങ്കിൽ അത് ഇനി ഒരുപാട് പോളിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബട്ട് ഫസ്റ്റ് സുധാമാൾ കട്ട്സ് ഇറ്റ് ഡൗൺ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, അത് ഷേപ്പാക്കി കറക്റ്റായിട്ട് റൗണ്ടിൽ എന്ത് ഷേപ്പാണോ അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കണ്ടേ. സുധാമാൾ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ദ സൈസ് വിൽ ഡിറ്റർമിൻ ദ പ്രൈസ്. അപ്പോൾ അതിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ വില വരുന്നത്. ദീസ് മിറേഴ്സ് റേഞ്ച് anywhere from $20 to $1,300. The most popular kind is a handheld mirror called Valkannani. അപ്പോൾ $20 മുതൽ $1,300 വരെയൊക്കെയാണ് അതിൻ്റെ പൈസ റേഞ്ച് വരാറുള്ളത്.
അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന പോപ്പുലർ ആയിട്ടുള്ളത് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന മിററാണ്. അതിന് നമ്മൾ വാൽക്കണ്ണാടി എന്ന് പറയും അല്ലേ. ഇറ്റ്സ് എ സെയിം വൺ ദാറ്റ് വാസ് യൂസ്ഡ് ബൈ റോയൽസ്. ഇതാണ് ശരിക്കും റോയൽ ആയിട്ടുള്ള ആളുകളൊക്കെ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ടുഡേ ഇറ്റ്സ് ഓഫൺ ഗിഫ്റ്റഡ് ഫോർ ഹൗസ് വാമിങ്സ് ആൻഡ് വെഡിങ്. ഇപ്പോൾ അത് ഗൃഹപ്രവേശനത്തിനും അതേപോലെ കല്യാണത്തിനൊക്കെ ഗിഫ്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ദ ബ്രാസ് ഫ്രെയിം ഇസ് മെയ്ഡ് എൻറ്റയർലി ബൈ ഹാൻഡ് ടു യൂസിങ് സാൻഡ് കാസ്റ്റിംഗ് പ്രോസസ്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് ആ ഒരു കൈ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ബ്രാസ് ഫ്രെയിം ഫുള്ള് ചെയ്യുന്നത്. സാൻഡ് കാസ്റ്റിംഗ് അവർ അതിനകത്ത് കാണിക്കുന്നുണ്ട്, ഇങ്ങനെ സാൻഡിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങളെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ദേ മേക്ക് ബിഗ് ബാച്ചസ് ഓഫ് ദീസ് ഫ്രെയിംസ് എ കപ്പിൾ ടൈംസ് എ ഇയർ ആൻഡ് ദ ഡിസൈൻസ് ആർ ഓൾ ഹാൻഡ് ഷീൽഡ്. അപ്പോൾ എല്ലാം എന്താണ്, ഹാൻഡ് ഷീൽഡാണ്. അതായത് കറക്റ്റായിട്ട് കൈ കൊണ്ടാണ് അവർ സംഭവങ്ങളൊക്കെ ഡിസൈനുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിരഞ്ജൻ, വി ലവ് ടു മേക്ക് ഇറ്റ് ബൈ ഹാൻഡ്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ കൈകൊണ്ട് തന്നെ ഇത് ചെയ്യാനാണ് നമുക്കിഷ്ടം. മോസ്റ്റ് കസ്റ്റമേഴ്സ് പ്രിഫർ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ് ഓവർ മെഷീൻ മെയ്ഡ് പ്രൊഡക്റ്റ്. അപ്പോൾ ആളുകൾക്കാണെങ്കിലും ഈ ഒരു മെഷീൻ മെയ്ഡിനെക്കാട്ടും ഇഷ്ടം ഹാൻഡ് മെയ്ഡ് തന്നെയാണ്. സുധാമൾ യൂസസ് വെറ്റ് സാൻഡ് പേപ്പർ ടു സ്മൂത്ത് ദ മിറർ സർഫസ്. സുധാമൾ എന്ത് ചെയ്യാറുണ്ട്, ആ ഒരു വെറ്റ് സാൻഡ് പേപ്പർ യൂസ് ചെയ്തുകൊണ്ടാണ്, നനഞ്ഞിട്ടുള്ള സാൻഡ് പേപ്പർ യൂസ് ചെയ്തുകൊണ്ടാണ് ആ മിററിൻ്റെ സർഫസ് മിനുസാക്കി എടുക്കുന്നത്. ഇപ്പോൾ അത് ഓൾറെഡി ഒരു മെറ്റലാണ്, അതിനെ ഇനി മിനുസാക്കി എടുക്കണം, എന്നാലാണ് അതൊരു കണ്ണാടിയുടെ രൂപത്തിൽ വരുള്ളൂ. ഷി അപ്ലൈസ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് കോക്കനട്ട് ഓയിൽ ടു പോളിഷ് ഇറ്റ്. അപ്പോൾ അത് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഷി ഫൈനലി പ്ലേസസ് ദ മിറർ ഇൻസൈഡ് ദ ബ്രാസ് ഫ്രെയിം യൂസിങ് എ ഹോം മെയ്ഡ് അധേഴ്സീവ്. അങ്ങനെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ലാസ്റ്റ് എല്ലാം പോളിഷിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫ്രെയിമിനകത്തോട്ട് അത് ഇറക്കി വയ്ക്കും. Sudhamal, to make the glue, we heat a mixture of wax, sand and natural adhesive in a fixed ratio. അപ്പോൾ ഇതിനെ ആ ഒരു അരക്ക് പോലത്തെ ഒരു സംഭവം, ഒരു ഗ്ലൂ പശ പോലത്തെ സംഭവം വേണമല്ലോ ഈ മിറർ അതിനകത്ത് ഒട്ടിയിരിക്കണമെങ്കിൽ. അതിന് അവർ മെഴുക്കും അതേപോലെ മണലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളുടെ കറക്റ്റായിട്ടുള്ള റേഷ്യോയിലുള്ള ഒരു മിക്സ്ചർ ഹീറ്റ് ചെയ്തെടുത്തിട്ടാണ് അവർ ആ ഒരു പശയായിട്ട് യൂസ് ചെയ്യുന്നത്. സുധാമൾ ഗീവ്സ് ഇൻ എ ഫ്യൂ മോർ റൗണ്ട്സ് ഓഫ് പോളിഷിംഗ് വിത്ത് മോർ കോക്കനട്ട് ഓയിൽ ആൻഡ് എ വെൽവെറ്റ് ക്ലോത്ത്. എന്നിട്ട് കുറച്ചും കൂടെ കോക്കനട്ട് ഓയിലും ഒരു വെൽവെറ്റ് ക്ലോത്തൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ മിനുസമാക്കി എടുക്കുന്നത്. ദേ ഓൾവേസ് പുട്ട് എ സ്റ്റിക്കർ ഓൺ ദി ബാക്ക് ഓഫ് ദി ഫ്രെയിം ടു മാർക്ക് ഇറ്റ്സ് ഒതൻറ്റിസിറ്റി. അപ്പോൾ അതിൻ്റെ ആ ഒരു വിശ്വാസ്യത കാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറകിൽ അവരുടേതായിട്ടുള്ള ഒരു സ്റ്റിക്കർ അവർ ഒട്ടിക്കാറുണ്ട്. ഇറ്റ്സ് എ ക്രൂഷ്യൽ സ്റ്റെപ്പ് സിൻസ് കൗണ്ടർഫീറ്റ് ആറന്മുള കണ്ണാടി ടേക്ക് അപ്പ് എ ഹ്യൂജ് പാർട്ട് ഓഫ് ദി മാർക്കറ്റ്. അപ്പോൾ ഒരുപാട് വ്യാജന്മാർ ആറന്മുള കണ്ണാടിയുടെ ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവർ അങ്ങനെ ഒരു സ്റ്റിക്കർ സെപ്പറേറ്റ് ആയിട്ട് ഒട്ടിക്കുന്നത്. ദാറ്റ്സ് വൈ ദി ഇന്ത്യൻ ഗവൺമെൻറ് ഗാവ് ആർട്ടിസൻസ് എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ടു മേക്ക് ദീസ് ഓൺലി ഇൻ ആറന്മുള ബാക്ക് ഇൻ 2005. ആൻഡ് വിത്ത് എ ഗുഡ് ഐ യു ക്യാൻ ടെൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ റിയൽ ആൻഡ് എ ഫേക്ക്. അപ്പോൾ ശരിക്കും നമ്മൾ നല്ല രീതിയിൽ നോക്കിയിട്ട് തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് ശരിക്കുള്ളതാണോ അതോ ഫേക്ക് ആണോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. സുധാമൾ, ഇറ്റ് റിഫ്ലക്ട്സ് ആക്ച്വൽ ഇമേജ് വിത്തൗട്ട് ഡിസ്റ്റോർഷൻ അൺലൈക്ക് നോർമൽ മിറർ. സുധാമൾ പറയാണ് ശരിക്കും ഇത് ഈ ഒരു മിററിൽ നമ്മുടെ യാതൊരു വ്യത്യാസമില്ല, നമ്മുടെ ഒറിജിനൽ റിഫ്ലക്ഷനാണ് കാണുക. Typical glass mirrors reflect light through the back of the mirror which can create distortion. സാധാരണ കണ്ണാടികൾ ബാക്കിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്ത് വരുന്നത് ലൈറ്റിന്. ആൻഡ് ആറന്മുള കണ്ണാടി റിഫ്ലക്ട്സ് ലൈറ്റ് ഓൺ ദി സർഫസ് ഓഫ് ദി മെറ്റൽ സോ ഇറ്റ്സ് ബിലീവ്ഡ് ടു ഷോ എ മോർ അക്യൂറേറ്റ് റിഫ്ലക്ഷൻ. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ആറന്മുള കണ്ണാടിയിൽ അതിൻ്റെ സർഫസിലാണ് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള റിഫ്ലക്ഷൻ നമുക്ക് കിട്ടുന്നത്. സോ നമ്മൾ പറയണം ദ ജോയ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ വി ഗെറ്റ് വെൻ വി ലുക്ക് അറ്റ് അവർ ഫേസസ് ഇൻ ദ മിറർ ആഫ്റ്റർ പോളിഷിംഗ് ദം ഇസ് യൂണിക്. അത് കാണുന്ന സമയത്തെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മുടെ മുഖം അതിനകത്ത് പ്രതിഫലിച്ച് കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഈവൻ ദോ ദ ട്രഡീഷണൽ പ്രോസസ് ഇസ് ടാക്സിങ് ഇറ്റ്സ് പാർട്ട് ഓഫ് ദെയർ ആൻസസ്ട്രി. ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിലും എന്താണ് അവരുടെ ആ ഒരു പാരമ്പര്യത്തിൻ്റെ ആ ഒരു ഭാഗം തന്നെയാണ് ആ ഒരു ജോലി. നിരഞ്ജൻ പറയുകയാണ് വി വോണ്ട് സെൽ അവർ ട്രഡീഷണൽ ആർട്ട് മെഷീനറി വിച്ച് വുഡ് എൻഡ് അപ്പ് ഡിസോൾവിങ് അവർ കളക്റ്റീവ് ഐഡന്റിറ്റി. അപ്പോൾ അതൊരിക്കലും നമ്മൾ മെഷീനറിക്ക് വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, കാരണം ഇപ്പോൾ ഉള്ള ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി നമുക്ക് മെഷീനറിക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നഷ്ടമാവും. സോ നമ്മൾ ഹോപ്സ് ദാറ്റ് ദ നെക്സ്റ്റ് വേവ് ഓഫ് മിറർ മേക്കേഴ്സ് വിൽ സീ ദാറ്റ് ടു. പക്ഷേ ഇനി ചിലപ്പോൾ അതും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ. So Damal, what I have got to say that the new generation, those seem not interested to buy gifts, must be able to appreciate our traditional art and craft. ഇപ്പോൾ ജനറേഷന് ഗിഫ്റ്റ് കൊടുക്കുന്നതിനോടും ചിലപ്പോൾ താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ടോടും ക്രാഫ്റ്റിനോടും ഒക്കെ നമ്മൾ അവർ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള മനസ്സ് നമ്മുടെ പുതിയ തലമുറ കാണിക്കണം എന്നാണ് പറയുന്നത്. താങ്ക് യു.